കെ ജയചന്ദ്രനുമായി യാതൊരുവിധ പിണക്കവുമില്ലെന്ന് എം മണി MLA പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുമെന്നും കഴിഞ്ഞ പ്രാവശ്യം താൻ വിജയിച്ച 38,000 ഭൂരിപക്ഷത്തിലധികം വോട്ടുകൾക്ക് സേനാപതി വേണു പരാജയപ്പെടുമെന്നും എം മണി നെടുങ്കണ്ടത്ത് പറഞ്ഞു. BDJSനെയും എം മണി കടന്നാക്രമിച്ചു. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ എം മണിക്ക് അതൃപ്തിയുണ്ടെന്ന പ്രചരണങ്ങൾക്കിടയിലാണ് എം മണിയുടെ പ്രതികരണം. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും ഞാനും ജയചന്ദ്രനുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ ഈ UDF-കാർ പറയുന്നത് ആശാൻ പ്രചരണത്തിന് ഇറങ്ങിയില്ല, ആശാൻ പിണങ്ങി നിൽക്കുമെന്നൊക്കെ ഉള്ള. എനിക്കൊരു പിണക്കവും ഇല്ല. ജയിപ്പിക്കുമല്ലേ? പിന്നെ ജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. പിന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. തന്നെയല്ല, ഞാൻ മൂന്നാമത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലായിരുന്നു. അതും പറയാം. അങ്ങനെ നേതൃത്വത്തോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്നും പറഞ്ഞില്ല. താല്പര്യമില്ല. 10 വർഷം കൂടുതലൊന്നും MLA ആകേണ്ട കാര്യമില്ല. 5 വർഷം മന്ത്രി ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എല്ലാം ഈ പാർട്ടി കൊടുക്കേണ്ടതെല്ലാം തന്നു. എന്റെ അഭിപ്രായം. എന്നെ വിലയിരുത്തലതാണ്. പിന്നെ ഇനി ഞാൻ ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി നിൽക്കുന്ന ജയിക്കട്ടെ, ചെയ്യട്ടെ. BDJSനെയും അദ്ദേഹം കടന്നാക്രമിച്ചു. BDJS എന്ന് പറയുന്ന സാധനം ഇലക്ഷനിൽ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒന്നാണെന്നും എം മണി നെടുങ്കണ്ടത്ത് പറഞ്ഞു. BDJS എന്നൊന്നും പറയുന്ന ചിത്രത്തിലില്ലാത്ത സാധനത്തിന്റെ കാര്യം ആ സാധനം ഇല്ലല്ലോ. പിന്നെന്താ, 5-6 പേരൊക്കെ എവിടെയെങ്കിലും ഉണ്ട്. അവരിപ്പം വേറെ ഏതെങ്കിലും BJPയിലോ വേറെ എവിടെയെങ്കിലും അല്ലെന്ന് ഞങ്ങളുടെ കൂടെയും കൂടിയിട്ടുണ്ടാവും. അതൊന്നും ഒരു വിഷയമേ അല്ല. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. KK ജയചന്ദ്രനെ ഷാളിട്ടുകൊണ്ടാണ് എം മണി സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.